ഹായ് ഓൾ. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്ട്രക്ചറൽ അനാലിസിസ് 2-ലെ കുറച്ച് ടോപ്പിക്സുമായിട്ട് പോവാണ്. അപ്പം ആദ്യത്തേത് ഇന്നിപ്പം ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്ലാസ്റ്റിക് അനാലിസിസ് ആണ്. പ്ലാസ്റ്റിക് അനാലിസിസ് ഉദ്ദേശിക്കുന്നത് വാട്ട് വി ഇന്റർപ്രറ്റ് ഫ്രം ദാറ്റ് ഇസ് ഒരു സ്ട്രക്ചർ അതിൽ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പം അതിൽ പ്ലാസ്റ്റിക് ഹിഞ്ചസ് ഫോം ചെയ്യുന്നു. പ്ലാസ്റ്റിക് ഹിഞ്ചസ് ഫോം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൊട്ടേറ്റിംഗ് ഫോം, അതായത് ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബീം ഉണ്ട്, നിങ്ങൾക്കപ്പം ഒരു ബീം, ആ ബീമിൽ യു ആർ അപ്ലൈയിങ് ലോഡ്, യു ഹാവ് ലോഡ് ലൈക്ക് ദിസ്. ഇവിടെ രണ്ടിടത്തും ഫിക്സഡ് ആണ് വിചാരിക്കുക. അപ്പൊ നമ്മളൊരു സാധാരണ രീതിയിൽ ചിന്തിച്ചാൽ ഇങ്ങനെ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ ബീം ഇങ്ങനെയാണ് ബെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ പ്ലാസ്റ്റിക് അനാലിസിസ് എന്ന് പറയുന്നത് ഇത് എന്താ പറയുക, ഒടിഞ്ഞു തൂങ്ങുകയാണ്. അതായത് ഈ ഒരു സപ്പോർട്ടിൽ നിന്നും ഇവിടെ ഇങ്ങനെ ഈ ഒരു ബീമിന്റെ ഇവിടുന്ന് പൊട്ടി ഇതിങ്ങനെ ഏറ്റവും എക്സ്ട്രീമിലി അതെങ്ങനെ പൊട്ടിപ്പോവും എന്നുള്ളതാണ് കാണിക്കുക. ഇവിടുന്ന് ഇതിങ്ങനെ പൊട്ടും, എന്നിട്ട് ഈ ലോഡിന്റെ തൊട്ട് താഴെയായിട്ട് ഇതിങ്ങനാണ് പൊട്ടിപ്പോകുന്നത്. അപ്പം ഇവിടുന്ന് ഇത് റൊട്ടേറ്റ് ചെയ്ത് താഴോട്ട് ഈ ബീം വീരും, ഇവിടുന്ന് റൊട്ടേറ്റ് ചെയ്ത് ഇത് താഴോട്ട് ഈ പോർഷൻ വീരും. ഇവിടെ രണ്ടിടത്തും ലോഡിന്റെ പോർഷനിലായിട്ട് അവിടെ ഒരു റൊട്ടേഷൻ പോലൊരു ഓപ്ഷൻ ഉണ്ടെന്ന്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പം ഈ 3 ഏരിയാസിനെയാണ് നമ്മൾ പ്ലാസ്റ്റിക് ഹിഞ്ചസ് എന്ന് വിളിക്കുക. സോ പ്ലാസ്റ്റിക് ഹിഞ്ചസ് ബൈ ഡെഫിനിഷൻ പറയുന്നത് ഇറ്റ് ഇസ് ദ ഏരിയ വെയർ ദ മെമ്പർ റൊട്ടേറ്റ്സ് ഡ്യൂ ടു ദ ലോഡ്. അപ്പം whenever the member is allowed to rotate due to the extreme load, that portion may change as plastic hinges. അപ്പൊ പ്ലാസ്റ്റിക് ഹിഞ്ചസ് ഫോം ചെയ്യുന്നത് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ലോഡിന്റെ തൊട്ട് താഴെ ഉറപ്പായിട്ടും ഈ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ട് അവിടെ വെച്ച് പൊട്ടുന്നതുകൊണ്ട് ഒരു ഹിഞ്ച് ഫോം ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് സപ്പോർട്ടുകൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം ഹിഞ്ചസ് ഫോം ചെയ്യും. അപ്പൊ എവിടെയൊക്കെയാണ് ഹിഞ്ചസ് ഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സപ്പോർട്ടിൽ അവിടെ നിങ്ങൾക്ക് ഹിഞ്ചസ് ഫോം ചെയ്യും. ലോഡ് എവിടെ പ്ലേസ് ചെയ്യുന്നുണ്ടോ അവിടെ ഹിഞ്ചസ് ഉണ്ട്. തേർഡ് വൺ, നിങ്ങൾക്ക് ലോഡ് എന്ന് പറയുമ്പോൾ പോയിന്റ് ലോഡ് ആണെങ്കിൽ പോയിന്റ് ലോഡിന്റെ തൊട്ട് താഴെയാണ് ഫോം ചെയ്യുക. UDL ആണെങ്കിൽ UDLന്റെ തൊട്ട് മിഡിലായിട്ട് സെന്റർ പോർഷനിലായിരിക്കും ഈ ഹിഞ്ച് ഫോം ചെയ്യുക. അതേപോലെ ഹിഞ്ചസ് ഫോം ചെയ്യാൻ ചാൻസ് ഉള്ളത് എവിടെയൊക്കെ ഇതിന്റെ EI വാല്യൂ മാറുന്നുണ്ടോ, അതായത് മൊമെന്റ് കപ്പാസിറ്റി മാറുന്ന എവിടെയെങ്കിലും ഏരിയാസ് ഉണ്ടെങ്കിൽ അവിടെ ഈ പ്ലാസ്റ്റിക് ഹിഞ്ചസ് ഫോം ചെയ്യും. അപ്പം ഇത്രയും ഏരിയാസിലാണ് പ്ലാസ്റ്റിക് ഹിഞ്ചസ് ഫോം ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉള്ളത്. ഇനി ഈ പ്ലാസ്റ്റിക് അനാലിസിസിന്റെ മെയിൻ പ്രിൻസിപ്പിൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് ഇന്റേണൽ എനർജി ഓർ ഇന്റേണൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എക്സ്റ്റേണൽ വർക്ക് ഡൺ. ഇന്റേണലി അതിനകത്ത് ഉണ്ടായ എനർജി അല്ലെങ്കിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു എക്സ്റ്റേണൽ വർക്ക് ഡൺ. ഇന്റേണലി ഉണ്ടായ വർക്ക് ഡൺ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഈ വരുന്ന ലോഡാണ്. ഈ ലോഡ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ. അപ്പൊ എക്സ്റ്റേണൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇവിടുത്തെ എക്സ്റ്റേണൽ ലോഡ് എന്ന് പറയുന്നത് W ആണ്, ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ ആണ്. സോ എക്സ്റ്റേണൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് W ഇൻറ്റു ഡെൽറ്റ ആണ്. ഇന്റേണൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇങ്ങനൊരു എക്സ്റ്റേണൽ ലോഡ് ഉണ്ടാവുമ്പം അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ഈ സ്ട്രക്ചറിന് ഉള്ളിലുണ്ടായ വർക്ക് ഡൺ എന്താണ്, അതിനുള്ളിലുണ്ടായ അതിനെ റെസിസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഹിഞ്ചസിൽ നിന്ന് ഇത് റൊട്ടേറ്റ് ചെയ്ത് താഴോട്ട് ഇങ്ങനെ ഫോം ചെയ്തേക്കുന്നത്. ഈ ഇത്രയും ഏരിയാസിൽ ഈ 3 ഹിഞ്ചസിൽ ഉണ്ടായ വർക്ക് ഡൺ ആണ് ഇന്റേണൽ വർക്ക് ഡൺ. ഇനി ഇന്റേണൽ വർക്ക് ഡൺ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവിടുത്തെ മൊമെന്റ് ഇൻറ്റു അതിലുണ്ടായ ഡിസ്പ്ലേസ്മെന്റ്. മൊമെന്റ് കൊണ്ട് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴും തീറ്റയാണ് അല്ലെങ്കിൽ റൊട്ടേഷൻ ആണ്. സോ അവിടുത്തെ ഇന്റേണൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ അവിടുത്തെ മൊമെന്റ് കപ്പാസിറ്റി ഇൻറ്റു തീറ്റ പ്ലസ് അടുത്ത ഇവിടുത്തെ ഹിഞ്ചിന്റെ മൊമെന്റ് കപ്പാസിറ്റി ഇൻറ്റു അവിടെ ഉണ്ടായ തീറ്റ. അതിൽ എക്സ് ആക്സിസുമായിട്ടുള്ള റൊട്ടേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഒരു ആംഗിള്, ഇത് θ1 ആണ്, ഇത് θ2 ആണെങ്കിൽ ഈ ആംഗിള് θ1 പ്ലസ് θ2 ആണ്. സോ MB ഇൻറ്റു θ1 പ്ലസ് θ2. അടുത്ത ഹിഞ്ചിലുണ്ടായ വർക്ക് ഡൺ, ഈ ഹിഞ്ചിലുണ്ടായത് MB ഇൻറ്റു θ2, അവിടുത്തെ റൊട്ടേഷൻ θ2. ഇങ്ങനെ കിട്ടുന്ന ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്ത് ക്വസ്റ്റ്യനിൽ കൊളാപ്സ് ലോഡ് ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ W കണ്ടുപിടിക്കുക, അതെല്ലാം മൊമെന്റ് കപ്പാസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ MB കണ്ടുപിടിക്കുക. ഇത്രയാണ് ശരിക്കും പ്ലാസ്റ്റിക് അനാലിസിസിന്റെ പ്രൊസീജിയർ വരുന്നത്. മൂവിങ് ഓൺ ടു എ പ്രോബ്ലം, നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ബോത്ത് എൻഡ്സ്, ഒരു ബീം എടുത്താൽ അതിന്റെ ബോത്ത് എൻഡ്സ് ഫിക്സഡ് ആണ് ആൻഡ്
subjected to two concentrated W, each at 1/3 points of the span. ടോട്ടൽ സ്പാനിന്റെ 1/3 എല്ലില് മാറി രണ്ട് എൻഡിന്നും യു ആർ ഹാവിംഗ് എ പോയിന്റ് ലോഡ് അല്ലെങ്കിൽ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് ആൻഡ് ദെൻ യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് ദി കൊളാപ്സ് ലോഡ്. So what you have to do is ആദ്യം നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഇവിടെ എത്ര പ്ലാസ്റ്റിക് ഹിഞ്ചസ് ഫോം ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. വാട്ട് ആർ ദ നമ്പർ ഓഫ് പോസിബിൾ പ്ലാസ്റ്റിക് ഹിഞ്ചസ്? നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഇത് ഫോം ചെയ്യാൻ ചാൻസ് ഉള്ളത് സപ്പോർട്ട്സിലുണ്ട്, ലോഡിന്റെ തൊട്ട് താഴെയുണ്ട്, പിന്നെ എവിടെയെങ്കിലും മൊമെന്റ് കപ്പാസിറ്റി മാറുന്നുണ്ടെങ്കിൽ അവിടെ. ഈ ക്വസ്റ്റ്യനിൽ ഇപ്പം മൊമെന്റ് കപ്പാസിറ്റി മാറുന്നതിനെ കുറിച്ചൊന്നും പറയാത്തത് കൊണ്ട് നമുക്ക് പോസിബിൾ ആയിട്ട് ഹിഞ്ചസ് വരാൻ ചാൻസ് ഉള്ളത് ഒന്ന് എയില്, പിന്നെ ബി, സി ആൻഡ് ഡി. അപ്പൊ നമ്മുടെ പോസിബിൾ പ്ലാസ്റ്റിക് ഹിഞ്ചസ് 4 എണ്ണമാണ്, എ, ബി, സി ആൻഡ് ഡി. ഇനി അടുത്തത് വേണ്ടത് വാട്ട് ഇസ് ദ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ഓഫ് ദി സ്ട്രക്ചർ? ഈ സ്ട്രക്ചറിന്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എത്രയാണ്? സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് എന്താ? ബേസിക്കലി സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം ഇക്വേഷൻസ്. നമുക്ക് മൊത്തം 3 ഇക്വിലിബ്രിയം ഇക്വേഷൻ ആണ് ഉള്ളത്. ഈ 3 ഇക്വിലിബ്രിയം ഇക്വേഷൻ വെച്ച് അല്ലാണ്ട് എന്തെങ്കിലും സപ്പോർട്ട്സ്, അതായത് 3 ഇക്വിലിബ്രിയം ഇക്വേഷൻ ഉണ്ടെങ്കിൽ 3 അൺനോൺസ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ആ 3 അൺനോൺസിന് ഓവറായിട്ട് എത്ര അൺനോൺസ് വരുന്നുണ്ടോ അതാണ് ശരിക്കും പറഞ്ഞാൽ ഇൻഡിറ്റർമിനന്റ് ആണ്. നമുക്കത് കണ്ടുപിടിക്കാൻ ഓപ്ഷൻ ഇല്ല. അതിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുക. ഈ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ ഇവിടെ ഈ ഫിക്സഡ് സപ്പോർട്ട് വരുമ്പോൾ there are 3 reactions at ഫിക്സഡ് സപ്പോർട്ട്. ഇവിടെ ഈ സപ്പോർട്ടിലും 3 റിയാക്ഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ എടുക്കുന്ന വേറൊരു ഇതെന്ന് പറഞ്ഞാൽ ഇത് ബി, അതിൽ ഹൊറിസോണ്ടൽ ലോഡിംഗ് ഒന്നും തന്നെ വരുന്നില്ല. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഈ 3 ഇക്വിലിബ്രിയം ഇക്വേഷനിൽ ഒന്ന് സിഗ്മ എച്ച് ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻ ആയിരുന്നു. അതിൽ നിന്ന് സിഗ്മ എച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുകയാണ്. കാരണം ഇവിടെ ഹൊറിസോണ്ടൽ ലോഡ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ പോസിബിളി ഉള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് ഇക്വേഷൻസ് അവൈലബിൾ എന്ന് പറയുന്നത് 2 + 2 4 ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട അൺനോൺസ് മൊത്തം 4 എണ്ണം ഉണ്ട്. നമ്മുടെ കയ്യിലുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻ 2 എണ്ണമാണ്. കാരണം എന്നെ 2 എണ്ണം സിഗ്മ എച്ച് നമ്മൾ വേണ്ടാന്ന് വെച്ചു. അപ്പം മൊത്തം നമുക്ക് 2 ആണ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി. അങ്ങനെ വന്നാൽ ദ നമ്പർ ഓഫ് കൊളാപ്സ് മെക്കാനിസംസ്, എങ്ങനെയൊക്കെ ഇത് കൊളാപ്സ് ആവാം, അങ്ങനത്തെ എത്ര മെക്കാനിസം ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്പർ ഓഫ് പ്ലാസ്റ്റിക് ഹിഞ്ചസ് മൈനസ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുമ്പോൾ 4 - 2 which is 2. അപ്പൊ ഇവിടെ 2 തരത്തിൽ ഈ ബീം പൊട്ടിപ്പോകാം. അതാണ് ഈ കൊളാപ്സ് മെക്കാനിസം എന്ന് ഉദ്ദേശിക്കുന്നത്. കൊളാപ്സ് മെക്കാനിസം എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ ഈ ബീം പൊട്ടിപ്പോവാം എന്നുള്ളതാണ്. ആദ്യത്തെ കേസിൽ ഇത് പൊട്ടിപ്പോകാൻ പോകുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആണ്, സോറി ഫോർ ദാറ്റ്. ഇവിടെ ഫിക്സഡ് ബീം ഉണ്ട്. ഒന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉള്ളത് ഈ ഇങ്ങേ അറ്റത്തെ ഡബ്ല്യു ഉണ്ടല്ലോ, ലോഡ്, അവിടെ വെച്ച് ഇതിങ്ങനെ പൊട്ടി ഇങ്ങനെ ഫോം ചെയ്യാം, ഇങ്ങനെ ഫോം ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ കേസ് എങ്ങനെയാന്ന് ചോദിച്ചാൽ റൈറ്റ് എൻഡിലുള്ള ഡബ്ല്യു ഉണ്ടല്ലോ, അതിന്റെ തൊട്ട് താഴെയായിട്ട് പൊട്ടി ഫോം ചെയ്യാം. അപ്പൊ അങ്ങനെ ഫോം ചെയ്യുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഇതാണ് 2 കൊളാപ്സ് മെക്കാനിസം. ഇത് ആദ്യത്തെ കൊളാപ്സ് മെക്കാനിസം, ഇത് രണ്ടാമത്തെ കൊളാപ്സ് മെക്കാനിസം. അപ്പൊ നമ്മൾ ഇനി ഇതിനകത്ത് ചെയ്യുന്നത് ഈ 2 മെക്കാനിസത്തിലും നമ്മുടെ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യും. ഇന്റേണൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എക്സ്റ്റേണൽ വർക്ക് ഡൺ. അപ്പൊ ഇവിടെ എല്ലായിടത്തും മൊമെന്റ് കപ്പാസിറ്റി MB തന്നെയാണ്, ക്വസ്റ്റ്യനിൽ മാറ്റമൊന്നും പറഞ്ഞിട്ടില്ല. അതേപോലെ ഇവിടുത്തെ ആംഗിൾ θ1 ആണ്, നമ്മൾ ചുമ്മാ എടുക്കുക കേട്ടോ, θ2 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിള് θ1 + θ2 ആണ്. ഇവിടെ അതുപോലെ തന്നെ MB, MB, MB. ഇവിടുത്തെ പ്ലാസ്റ്റിക് ഹിഞ്ചസും കൂടെ നിങ്ങൾ വരയ്ക്കണം. നമ്മൾ പ്ലാസ്റ്റിക് ഹിഞ്ചസ് സോളിഡ് സർക്കിൾ ആയിട്ടാണ് കാണിക്കുക. നമ്മുടെ പ്ലാസ്റ്റിക് ഹിഞ്ചസ് വരുന്നത് 3 എണ്ണം. സോറി, ഇത് θ1, ഇത് θ2. അപ്പൊ ഈ ആംഗിൾ വരുന്നത് θ1 + θ2. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഓരോ മെക്കാനിസത്തിലും ഇന്റേണൽ വർക്ക് ഡണ്ണും എക്സ്റ്റേണൽ വർക്ക് ഡണ്ണും കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ ആദ്യമേ നമ്മൾ ചെയ്യുന്നത്, ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഈ രണ്ടാമത്തെ ഡബ്ല്യു ഉണ്ടല്ലോ, അത് അവിടെ തന്നെ ഉണ്ട് കേട്ടോ, പോയിട്ടില്ല. അത് അവിടെ തന്നെ ഉണ്ട്. മെക്കാനിസം മാത്രമാണ് ഇതിന്റെ തൊട്ട് താഴെയായിട്ട് ഫോം ചെയ്തെന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ 2 മെക്കാനിസമാണ് നമുക്ക് കിട്ടുക.
അപ്പൊ ഇനി ഇവിടുത്തെ നമ്മൾ ഇന്റേണൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ എം ബി ഇൻറ്റു തീറ്റ 1 പ്ലസ് എം ബി ഇൻറ്റു തീറ്റ 1 പ്ലസ് തീറ്റ 2 പ്ലസ് എം ബി ഇൻറ്റു തീറ്റ. എക്സ്റ്റേണൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് നമ്മുടെ ലോഡ്, അപ്പം അതിന് നമ്മൾ ഡെൽറ്റ 1 എന്ന് ഇടുക, ഇത് ഡെൽറ്റ 2 എന്ന് ഇടുക. ഇവിടെ അതുപോലെ തന്നെ ഇത് ഡെൽറ്റ 1, ഇത് ഇത് ഡെൽറ്റ 1, ഇത് ഡെൽറ്റ 2. എക്സ്റ്റേണൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ അവിടുത്തെ ലോഡ് ഇൻറ്റു അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ്, അങ്ങനെ രണ്ട് ലോഡ് ഉള്ളത് കൊണ്ട് രണ്ട് ഡിസ്പ്ലേസ്മെന്റ് വരും, ഡെൽറ്റ 1ഉം ഡെൽറ്റ 2. ഇനി നമ്മൾ നോക്കേണ്ട കാര്യം, ഈ ലെങ്ത് L/3 ആണ്, ഇത് L/3 ആണ്. അങ്ങനാണെങ്കിൽ നമ്മൾ ടാൻ തീറ്റ 1 എന്നുള്ള ഒരു ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ, വേറൊരു കളറിൽ എഴുതാം, ടാൻ തീറ്റ 1 ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ആണല്ലോ, ഡെൽറ്റ 1 ആണ് ഓപ്പോസിറ്റ് വരുന്നത്, ഇത് ബൈ അഡ്ജസന്റ് വരുന്നത് L/3 ആണ്. ഇനി ടാൻ തീറ്റ 1 എന്നുള്ളത് നമ്മളിപ്പോ ഇതിൽ നിന്ന് തീറ്റ 1 ആക്കി എഴുതാണ്, അതായത് ടാൻ തീറ്റ 1, തീറ്റ വളരെ ചെറുതാണ്, അപ്പൊ ടാൻ തീറ്റ 1 ഒന്നുകൂടെ നെഗ്ലിജിബിൾ ആയി പോകും. അതുകൊണ്ട് നമ്മൾ തീറ്റ 1 അപ്രോക്സിമേറ്റ്ലി ടാൻ തീറ്റ 1 ഇസ് അപ്രോക്സിമേറ്റ്ലി തീറ്റ 1 എന്നുള്ള രീതിയിൽ എടുത്താൽ തീറ്റ 1 ഇസ് ഈക്വൽ ടു ഡെൽറ്റ 1 ബൈ L/3. ഓർ ഫ്രം ദാറ്റ് നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും, ഡെൽറ്റ 1 ഇസ് ഈക്വൽ ടു തീറ്റ 1 ഇൻറ്റു L/3 അങ്ങനെ എഴുതാമല്ലോ. അതേപോലെ നമുക്ക് ഇവിടെ ഡെൽറ്റ 2, ഇവിടെ നിങ്ങൾ എഴുതിയ ഡെൽറ്റ 2 ഉണ്ടല്ലോ, അതിന് നമ്മൾ എഴുതുമ്പോഴും ടാൻ തീറ്റ 2, ഇതാണ് തീറ്റ 2. അപ്പൊ ടാൻ തീറ്റ 2 ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്, ഡെൽറ്റ 2 ബൈ അഡ്ജസന്റ് എന്ത് തന്നെയാണ്, L/3 തന്നെയാണ്. അപ്പൊ അതിൽ നിന്നും തീറ്റ 2 എന്താണ്, ഡെൽറ്റ 2 ബൈ L/3, ഓർ എന്താണ്, ഡെൽറ്റ 2 ഇസ് ഈക്വൽ ടു തീറ്റ 2 L/3 എന്ന് കിട്ടി. അപ്പൊ ഡെൽറ്റ 1ഉം ഡെൽറ്റ 2ഉം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത് കിട്ടിയപ്പം W ഇൻറ്റു തീറ്റ 1 L/3 പ്ലസ് W ഇൻറ്റു തീറ്റ 2 L/3 എന്നായി. ഇനി നമുക്ക് വേണ്ടത് ഈ തീറ്റ 1കൾ തമ്മിലുള്ള റിലേഷൻ ആണ്. ഈ സെയിം ഇത് വെച്ച് തന്നെ നമുക്ക് എന്ത് എഴുതാം, ഈ ഡെൽറ്റ 1നെ നമുക്ക് എന്തായിട്ട് എഴുതാം, ഇപ്പൊ ഇവിടെ എഴുതിയ പോലെ തന്നെ തീറ്റ 1 L/3. അതായത് ഇപ്പൊ നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി, നിങ്ങൾ ഇത്രയും ഒന്നും എഴുതി പോകണ്ട. ഈ ഡെൽറ്റ എന്ന് പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിള് ഇൻറ്റു അതിന്റെ അഡ്ജസന്റ് വരുന്ന ലെങ്ത്. മനസ്സിലായോ? ഡെൽറ്റ എന്ന് പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ, ഈ ഡെൽറ്റയ്ക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഇതാണ്, അതേ ഇൻറ്റു അതിന്റെ അഡ്ജസന്റ് വരുന്ന ലെങ്ത് L/3. ഇപ്പൊ ഡെൽറ്റ 1 എന്ന് പറയുന്നത് തീറ്റ 1 L/3 ആണ്. അപ്പൊ നമ്മളിത് ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിയപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇതുപോലെ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് നോക്കിയാൽ ഈ ഡെൽറ്റ 1ന് എന്ത് തന്നെ എഴുതാം, ഇവിടുത്തെ ഓപ്പോസിറ്റ് ആംഗിൾ അത് ഏതാണ്, തീറ്റ 2 ആണ്. അതിന്റെ അഡ്ജസന്റ് ലെങ്ത് എത്രയാണ്, ഇത്രയും ലെങ്ത് വരും, അത് എത്രയാണ്, 2L/3 ആണ്. അപ്പൊ നമുക്കത് എങ്ങനെ എഴുതാം, ഇവിടെ അഗെയിൻ നമുക്ക് ഇവിടെ ഈ സെയിം ഫിഗറിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും, ഡെൽറ്റ 1 ഇസ് ഈക്വൽ ടു തീറ്റ 2 ഇൻറ്റു എന്തെന്ന് എഴുതാൻ പറ്റും, 2L/3 എന്ന് എഴുതാൻ പറ്റും, 2L/3. അപ്പൊ ഇത് ശരിക്കും എന്താണ്, ഡെൽറ്റ 1 രണ്ട് ഇക്വേഷൻ, നമുക്ക് ഇതിനെ രണ്ടിനെയും കൂടെ ഇക്വേറ്റ് ചെയ്താൽ തീറ്റ 1 L/3 is equal to തീറ്റ 2 2L/3 എന്ന് വരും. ആൻഡ് ഫ്രം ദാറ്റ് നമുക്ക് എന്ത് എഴുതാം, തീറ്റ 1 is equal to 2 തീറ്റ 2. ഇവിടെ നമുക്ക് ഇവിടെ തീറ്റ 1ന് പകരം എന്ത് എഴുതാം, W ഇൻറ്റു 2 തീറ്റ 2 L/3 പ്ലസ് W തീറ്റ 2 L/3. മൊത്തം കൂടെ പുറത്തെടുക്കുകയാണെങ്കിൽ W തീറ്റ 2 L/3 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ 2 പ്ലസ് 1 which is 3W തീറ്റ 2 L/3, or from that നമുക്ക് എന്ത് കിട്ടും, നമുക്ക് കിട്ടുന്നത് W തീറ്റ 2 L എന്ന എക്സ്റ്റേണൽ വർക്ക് ഡൺ കിട്ടി. ഇതേപോലെ നമ്മൾ ഇന്റേണൽ വർക്ക് ഡൺ ഞാനിപ്പോ ഇങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്, ഈ സൈഡിലോട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇന്റേണൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്, ഇന്റേണൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു MP ഇൻറ്റു തീറ്റ 1ന് പകരം നമ്മളിപ്പോ എന്താ കണ്ടുപിടിച്ചത്, ഇവിടുന്ന് 2 തീറ്റ 2 ആണ്. സോ 2 തീറ്റ 2 പ്ലസ് MP ഇൻറ്റു 2 തീറ്റ 2 പ്ലസ് തീറ്റ 2 പ്ലസ് MP ഇൻറ്റു തീറ്റ 2. മൊത്തം ആഡ് ചെയ്താൽ 2 പ്ലസ് 1 3 പ്ലസ് 2 5 5 പ്ലസ് 1 6
6 MB θ2 വരും അല്ലെ. MB θ2 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 + 3 ഉണ്ട്, പിന്നെ ഇവിടെ ഒരു 1 ഉണ്ട്. അങ്ങനെ 6 MB θ2. ഇനി രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പം ഇന്റേണൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എക്സ്റ്റേണൽ വർക്ക് ഡൺ ഇക്വേറ്റ് ചെയ്യുമ്പം 6 MB θ2 ഇസ് ഈക്വൽ ടു W θ2 L. അപ്പൊ നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യനിൽ വെച്ചിരിക്കുന്നത് കൊളാപ്സ് ലോഡ് കണ്ടുപിടിക്കാൻ. അപ്പൊ ഇതിന് W ആണ് പുറത്തെടുക്കേണ്ടത്, വിച്ച് 6 MB by L. θ2 കട്ടായി പോയാൽ പിന്നെ W is 6 MB by L. അപ്പൊ ആദ്യത്തെ കൊളാപ്സ് മെക്കാനിസത്തിൽ നമുക്ക് കിട്ടിയതാണ് 6 MB by L എന്നുള്ളത്. ഇനി ഇതേപോലെ നമ്മൾ അടുത്ത മെക്കാനിസം രണ്ടാമത്തെ കൊളാപ്സ് മെക്കാനിസം എങ്ങനെയാണെന്നാ പറഞ്ഞത്, ഇങ്ങനെ ഫോം ചെയ്തു. ഇവിടുത്തെ ലോഡ് കൊണ്ട് ഹിഞ്ച് ഫോം, ഇവിടെ ലോഡുണ്ട്, ഹിഞ്ച് ഫോം ചെയ്യുന്നത് ഇവിടെ ഈ ലോഡിന്റെ ഇവിടാണ്. ഇവിടെ ഉണ്ട് ഹിഞ്ച്. അപ്പൊ നമ്മള് ലോഡ് കൊണ്ടുണ്ടാവുന്നത് ഇവിടെ Δ1, ഈ ലോഡ് കൊണ്ടുണ്ടായത് Δ2. സോറി, ഇത് വരച്ചതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ഒന്ന് റബ്ബ് ചെയ്തോട്ടെ. ഓക്കെ, അപ്പം നമ്മുടെ ലോഡിന്റെ തൊട്ടുതാരെ ഹിഞ്ച് ഫോം ചെയ്തു. അവിടെ Δ1, ഇവിടുത്തെ ഇത് Δ2. ഇനി ആംഗിൾസ് θ1, ഇത് θ2, ഇവിടെ വരുന്ന ആംഗിൾ θ1 + θ2. നമ്മൾ നേരത്തെ പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഇന്റേണൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എന്താണ്, അവിടുത്തെ മൊമെന്റ് കപ്പാസിറ്റി MB ഇൻറ്റു അവിടുത്തെ ആംഗിൾ θ1 പ്ലസ് MB ഇൻറ്റു അടുത്തത് θ1 + θ2 പ്ലസ് MB ഇൻറ്റു θ2. അതാണ് നമ്മുടെ ഇന്റേണൽ വർക്ക് ഡൺ. ഇനി നമ്മുടെ എക്സ്റ്റേണൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാനായിട്ട് W ഇൻറ്റു Δ2 പ്ലസ് W ഇൻറ്റു Δ1. രണ്ട് W's ഉണ്ട്, സോ W ഇൻറ്റു Δ1 പ്ലസ് Δ2. ഇനി നമുക്ക് റിലേഷൻ കണ്ടുപിടിക്കണം. റിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്തെഴുതാം, ഈ Δ1നെ എന്തായിട്ട് എഴുതാം, റൈറ്റ് സൈഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ θ2 ഇൻറ്റു L/3, ഈ ലെങ്ത് L/3 ആണല്ലോ. ഈ Δ1നെ എന്തെന്ന് എഴുതാം, ഓപ്പോസിറ്റ് ആംഗിളും അഡ്ജസന്റ് ലെങ്ത്തും എടുത്താൽ θ2 ഇൻറ്റു L/3 എന്ന് എഴുതാം. പക്ഷെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ Δ1നെ എങ്ങനെയും കൂടെ എഴുതാം, θ1 ഇൻറ്റു 2L/3 എന്ന് എഴുതാം. ഇതിൽ നിന്ന് ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ θ2 L/3 ഇസ് ഈക്വൽ ടു θ1 2L/3. ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, θ2 ഇസ് ഈക്വൽ ടു 2θ1 എന്ന് വരും. ഓക്കെ, അപ്പൊ നമുക്ക് ആ റിലേഷൻ കിട്ടിയ സ്ഥിതിക്ക് അത് ഇനി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാമല്ലോ. അപ്പൊ നമ്മള് ഓക്കെ, അതിനു മുന്നേ Δ2ന്റെയും കൂടെ എഴുതാം. Δ2നെ എങ്ങനെ എഴുതാൻ പറ്റും, θ1 ഇൻറ്റു L/3 എന്ന് എഴുതാമല്ലോ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ Δ2 എന്ന് പറയുന്നത് ആംഗിൾ θ1 ഇൻറ്റു ഈ ലെങ്ത് L/3. പിന്നെ നമുക്ക് ഇതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ്റ്റേണൽ വർക്ക് ഡൺ W ഇൻറ്റു Δ2ന് പകരം θ1 L/3 പ്ലസ് W ഇൻറ്റു Δ1ന് പകരം θ2 L/3. അപ്പൊ നമ്മൾ രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ 2 തവണ ഇത് വന്നു അല്ലെ. സോറി, θ2ന് പകരം എന്തെന്ന് എഴുതാം, 2, ഇവിടെ θ2ന് പകരം നമുക്ക് 2θ1 എന്ന് കിട്ടിയത് കൊണ്ട് ഇവിടെ നമുക്ക് 2θ1 L/3 എന്ന് എഴുതാം. നമ്മൾ ഇത് എഴുതുമ്പോൾ Wθ1 L എന്ന് കിട്ടും. സോ Wθ1 L ആണ് നമ്മുടെ ഇവിടുത്തെ എക്സ്റ്റേണൽ വർക്ക്. ഇനി അതേപോലെ ഇന്റേണൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ ആ സെയിം ഇക്വേഷനകത്തോട്ട് ഇടുമ്പോൾ MB ഇൻറ്റു θ1 പ്ലസ് MB ഇൻറ്റു θ1 പ്ലസ് θ2ന് പകരം ഇവിടുത്തെ ഈ റിലേഷൻ 2θ1 പ്ലസ് MB ഇൻറ്റു θ2. ഇത് മൊത്തം കൂടെ ആഡ് ചെയ്യുമ്പോൾ എഗെയിൻ നമുക്ക് കിട്ടുന്നത് 6 MB θ1. സോറി, ഇവിടെ θ2ന് പകരം 2θ1 എന്ന് ഇടണം. അപ്പം നമുക്ക് കിട്ടുന്നത് 6 MB θ. ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ 6 MB θ1 is equal to Wθ1 L. ഇക്വേറ്റ് ചെയ്യുമ്പോൾ W is equal to 6 MB by L എന്ന് കിട്ടും. അപ്പൊ രണ്ടാമത്തെ കൊളാപ്സ് മെക്കാനിസത്തിൽ നിന്ന് കിട്ടിയ ലോഡ് 6 MB by L. ആദ്യത്തെ കൊളാപ്സ് മെക്കാനിസത്തിൽ നിന്ന് കിട്ടിയ ലോഡ് 6 MB by L. അപ്പൊ രണ്ടും സെയിം ആണ്. അപ്പൊ നമ്മുടെ കൊളാപ്സ് ലോഡ് 6 MB by L ആണ് ക്വസ്റ്റ്യൻ വെച്ച്. അതല്ല, നിങ്ങൾക്ക് രണ്ട് വാല്യൂസ് ആണ് വരുന്നതെങ്കിൽ ഇതിലെ മിനിമം വാല്യൂ ഏതാണോ അതാണ് നമ്മൾ കൊളാപ്സ് ലോഡായിട്ട് വെക്കുക. കാരണം ഏറ്റവും ചെറിയ ലോഡിൽ തന്നെ അത് പൊട്ടുമെന്നാണല്ലോ. 2 kN 4 kN.
അതിൽ 2 കിലോ ന്യൂട്ടൺ വരുമ്പോൾ തന്നെ ഒരു സൈഡ് പൊട്ടിയെങ്കിൽ പിന്നെ 4 കിലോ ന്യൂട്ടൺ എടുക്കാൻ ആളുണ്ടോ? ഇല്ല. അപ്പൊ നമ്മുടെ കപ്പാസിറ്റി പറയുമ്പോൾ ലോഡ് വെച്ച് പറയുമ്പോൾ എപ്പോഴും നമ്മൾ മിനിമം ലോഡാണ് നമ്മുടെ കപ്പാസിറ്റി ആയിട്ട് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് കിട്ടിയ കൊളാപ്സിലുള്ള മിനിമം വാല്യൂ ഏതാണോ അതാണ് നിങ്ങൾ എന്തായിട്ട് എടുക്കേണ്ടത്? കപ്പാസിറ്റി ആയിട്ട് എടുക്കേണ്ടത്. അപ്പം കൊളാപ്സ് ലോഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതാണ് നിങ്ങൾ എടുക്കുക. ഇനിയും നമ്മൾ ഇതുപോലെ സിമിലർ ആയിട്ട് അടുത്ത ഒരു പ്രോബ്ലം കൂടെ ചെയ്യുവാണെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു ബീം തരികയാണ്. അതിന് ഇവിടെ ഒരു ഹിഞ്ചാണ്, ഇവിടെ ഒരു റോളർ ഉണ്ട്, ആൻഡ് അഗെയിൻ ഇവിടെ ഒരു റോളർ ഉണ്ട്. You are having a UDL over this length and the value is 20 kilonewton per meter. ഇവിടെ നിങ്ങൾക്കൊരു 40 kilonewton ഉണ്ട് at a distance of 2 meter. ഈ ടോട്ടൽ ഡിസ്റ്റൻസ് 4 meter ആണ്. ഈ ഡിസ്റ്റൻസ് 6 meter ആണ്. ഇനി തന്നിട്ടുള്ളത് ഈ പോർഷന്റെ കപ്പാസിറ്റി MB ആണ്, ഈ പോർഷന്റെ 2 MB ആണ്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കണം. സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി നോക്കിയാൽ ഇവിടെ ഹിഞ്ച് ആകുമ്പോൾ 2 റിയാക്ഷൻ, അതിൽ ഒരെണ്ണം ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് നമ്മൾ അത് ഇഗ്നോർ ചെയ്തു. അപ്പൊ പിന്നെ നമുക്ക് എത്രയുണ്ട്? ഒരു റിയാക്ഷന് ഇവിടെ ഉള്ളൂ. റോളറിന്റെ 1, 2 റോളർ അപ്പം 3 ഇക്വേഷൻസ് ഉണ്ട്, അൺനോൺസ് ഉണ്ട്. നമ്മുടെ കയ്യിലുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻ 2 ആണ്. ഏത് ഹൊറിസോണ്ടൽ കളഞ്ഞിട്ടുള്ളത് 2 ആണ്. അപ്പം മൊത്തം സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി 1 ആണ്. ഇനി നമ്മുടെ പ്ലാസ്റ്റിക് ഹിഞ്ചസ് നോക്കാം. പോസിബിൾ നമ്പർ ഓഫ് പ്ലാസ്റ്റിക് ഹിഞ്ചസ് എവിടെയൊക്കെ ഫോം ചെയ്യാം? സപ്പോർട്ടുകളിൽ ഫോം ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ സപ്പോർട്ടുകളിൽ ഫോം ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ലെഫ്റ്റ് എൻഡിലോ റൈറ്റ് എൻഡിലോ വരുന്ന സപ്പോർട്ട് ഫിക്സഡ് അല്ല. പകരം ഹിഞ്ചോ റോളറോ ആണെങ്കിൽ അതൊരിക്കലും പ്ലാസ്റ്റിക് ഹിഞ്ചായിട്ട് ഫോം ചെയ്യുകയില്ല. കാര്യം ഫിക്സഡ് ഹെൻഡ് എന്ന് പറയുമ്പം അവിടെ നമുക്ക് മൊമെന്റ് ഉൾപ്പെടെ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. അതുകൊണ്ടാണ് അവിടെ ഹിഞ്ച് ഫോം ചെയ്യുന്നത്. ഇവിടെ റോളറോ ഹിഞ്ചോ ആണെങ്കിൽ ഇറ്റ് ഈസ് അലൗഡ് ടു റൊട്ടേറ്റ് അല്ലെ. അവിടെ മൊമെന്റ് ഒരു റിയാക്ഷൻ ആയിട്ട് വരുന്നില്ല, എന്ന് വെച്ചാൽ അത് അലൗഡ് ആണ്, റൊട്ടേഷൻ അവിടെ അലൗഡ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്, പൊട്ടി അവിടെ ഒരു റൊട്ടേഷൻ ഹിഞ്ച് ഫോം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് അത് പക്ഷേ എൻഡുകളിൽ വരുന്ന സപ്പോർട്ടുകൾ ആണെങ്കിൽ മാത്രം. പക്ഷെ ഇൻ ബിറ്റ്വീൻ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു സപ്പോർട്ട് വരുമ്പോൾ ഇവിടെ അലൗഡ് ആണ്, റൊട്ടേഷൻ അലൗഡ് ആണ് എന്നും പറഞ്ഞ് നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. ഇങ്ങനെ ഒരു ബീം ഇവിടെ ഇരിക്കുകയാണ്, ഇങ്ങനെ ഒരു സപ്പോർട്ട് ഇവിടെ വരികയാണ്. അപ്പം ഉറപ്പായിട്ടും ഇത് ഇങ്ങനെ ബെൻഡ് ചെയ്ത് ഇങ്ങനെ ബെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പൊട്ടൽ ഉണ്ടാവും. അവിടെ ഒരു പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയൊന്നും മനസ്സിലാക്കിയില്ലെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, ലെഫ്റ്റ് എൻഡിലോ റൈറ്റ് എൻഡിലോ സപ്പോർട്ടുകൾ ഫിക്സഡ് അല്ലാതെ വരുന്നുണ്ടെങ്കിൽ അതിനെ പ്ലാസ്റ്റിക് ഹിഞ്ചായിട്ട് എടുക്കണ്ട. അപ്പൊ നമ്മുടെ ഇവിടുത്തെ പോസിബിൾ പ്ലാസ്റ്റിക് ഹിഞ്ചസ് വരുന്നത് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരെണ്ണം വരും ലോഡിന്റെ താരെ, ഈ ഒരു ഹിഞ്ചിന്റെ ഇവിടെ 2, ഇവിടെ ഈ UDLന്റെ അവിടെ ആയിട്ട് ഒരെണ്ണം വരും. അപ്പൊ മൊത്തം നമുക്ക് എത്ര ഹിഞ്ചസ് വരുന്നുണ്ട് മൊത്തം? പിന്നെ പറഞ്ഞിരുന്നു മൊമെന്റ് കപ്പാസിറ്റി മാറുന്നിടത്ത് വരുമെന്ന്. ഇവിടെ ഇപ്പൊ മൊമെന്റ് കപ്പാസിറ്റി MB 2 MB വരുമ്പോൾ ഉറപ്പായിട്ടും ആ ഇന്റർസെക്ഷന്റെ അവിടെ ഒരു ഹിഞ്ച് ഫോം ചെയ്യേണ്ടതാണ്. അപ്പൊ ഇവിടെ ഒരു ഓൾറെഡി ഹിഞ്ച് ഉള്ളത് കൊണ്ട് നമ്മൾ അത് ആഡ് ചെയ്യുന്നില്ല. അപ്പൊ മൊത്തം നമുക്ക് ഇവിടെ ഫോം ചെയ്യുന്ന പ്ലാസ്റ്റിക് ഹിഞ്ചസ് 3 ആണ്. അപ്പൊ നമ്മുടെ പോസിബിൾ നമ്പർ ഓഫ് കൊളാപ്സ് മെക്കാനിസം പറയുന്നത് 3 - 1 which is 2. ഇതെങ്ങനെയൊക്കെ പൊട്ടാം? നമ്മൾ തന്നെ ഒന്ന് ഇമാജിൻ ചെയ്താൽ എങ്ങനെയൊക്കെ പൊട്ടാം? ഒന്ന്, ഈ ലോഡിന്റെ താഴെയായിട്ട് എങ്ങനെ പൊട്ടാം? ഇങ്ങനെ പൊട്ടാം. പിന്നെ 2, ഈ UDLന്റെ അവിടെ ആയിട്ടും ഒരു പൊട്ടല് വരാം. അപ്പൊ നേരത്തെ നിങ്ങളോട് ഞാൻ പറഞ്ഞു UDL വരുവാണെങ്കിൽ UDLന്റെ സെന്ററിലായിരിക്കും പൊട്ടുന്നതാണ്. പക്ഷെ ഈ ഒരു കേസിൽ ഇതിൽ ഒരു സൈഡ് പ്ലാസ്റ്റിക് ഹിഞ്ച് അല്ല, നമ്മൾ പ്ലാസ്റ്റിക് ഹിഞ്ചുകളെ മാത്രമാണ് സോളിഡ് ആയിട്ട് കാണിക്കുക കേട്ടോ. അല്ലാത്ത ഹിഞ്ചസിനെ നമ്മൾ, ഇമാജിനറി ഹിഞ്ചസിനെ നമ്മൾ ജസ്റ്റ് ഹോളോ ആയിട്ടാണ് കാണിക്കുക. അപ്പം UDL വരുമ്പം അതിന്റെ 2 എൻഡിലും പ്ലാസ്റ്റിക് ഹിഞ്ചസ് ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ UDLന്റെ നടുക്കായിട്ടായിരിക്കും ഹിഞ്ച് ഫോം ചെയ്യുക. പക്ഷെ ഒരു സൈഡ് ഇമാജിനറി ഹിഞ്ച് ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ ആ ഒരു പോർഷനെ നമ്മൾ ആ ഒരു പോർഷനിൽ നിന്ന് നമ്മൾ 0.414L മാറിയായിരിക്കും ഹിഞ്ച് ഫോം ചെയ്യുക. UDL ഓർത്തിരിക്കേണ്ട കാര്യമാണ്. 2 അറ്റവും ശരിക്കുള്ള പ്ലാസ്റ്റിക് ഹിഞ്ചസ് ആണെങ്കിൽ അതിന്റെ സെന്ററിലായിരിക്കും ഇത് ഫോം ചെയ്ത് ഹിഞ്ച് ഫോം ചെയ്യുക. പക്ഷെ ഏതെങ്കിലും ഒരു ഹിഞ്ച് പ്ലാസ്റ്റിക് ഹിഞ്ച് അല്ല എന്ന് വരികയാണെങ്കിൽ
ആ ഒരു പോർഷനെ ആ ഒരു പോർഷനിൽ നമുക്ക് ഹിഞ്ച് ഫോം ചെയ്യുന്നത് 0.414L മാറിയായിരിക്കും. ഓക്കെ, അപ്പൊ അത് ഓർത്തിരുന്നണം. അതാണ് ഈ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യാൻ തന്നെ കാര്യം. ഇങ്ങനൊരു ട്വിസ്റ്റ് അതിനകത്തുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇന്റേണൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എക്സ്റ്റേണൽ വർക്ക് ഡൺ. അതിന് മുന്നേ നമുക്ക് ആംഗിൾസ് ഒന്ന് മാർക്ക് ചെയ്യാം. θ1, θ2, θ1 പ്ലസ് θ2, Δ1. ഇവിടെ θ1, θ2, θ1 പ്ലസ് θ2, ഇവിടെ ലോഡ് കൊണ്ടുണ്ടാവുന്ന ഡെൽറ്റ. ഓക്കെ ഓക്കെ, അപ്പം നമ്മളിനി റിലേഷൻസ് കണ്ടുപിടിക്കുകയാണ്. ഇത് 2 മീറ്റർ ആണെന്നല്ലേ പറഞ്ഞു, ഈ ഒരു ലെങ്ത് 2 മീറ്റർ ആണ്. അപ്പൊ നമുക്ക് Δ1നെ എന്തായിട്ട് എഴുതാം? 2θ1. ഇപ്പുറത്തെ സൈഡിലോട്ട് നോക്കിയാലോ, റൈറ്റ് സൈഡിൽ നിന്ന് നോക്കിയാലും Δ1നെ എന്തായിട്ട് എഴുതാം? ഈ ലെങ്ത് എത്രയാ? 4x2 കുറച്ചാൽ പിന്നെ 2. അപ്പൊ അതും 2θ2 ആണ്. അപ്പൊ Δ1കളെ തമ്മിൽ ഇക്വേറ്റ് ചെയ്താൽ 2θ1 is equal to 2θ2 or θ1 is equal to θ2 എന്ന് വരും. അപ്പൊ റിലേഷൻ കിട്ടിയല്ലോ. അപ്പൊ പിന്നെ നമുക്ക് ഇനി സാധാരണ ചെയ്യുന്ന പോലെ എന്ത് ചെയ്യാം? ഇന്റേണൽ വർക്ക് ഡൺ is equal to എന്താ ചെയ്യണ്ടേ? MB into θ1. അപ്പൊ ഇവിടെ പ്ലാസ്റ്റിക് ഹിഞ്ച് അല്ല ഇത്, അതുകൊണ്ട് അവിടെ വർക്ക് ഡൺ ഇല്ല. സോ ദാറ്റ് is 0 there. ഇനി അടുത്ത ഹിഞ്ച് വരുന്നത് മാത്രം എടുത്താൽ മതി. ഹിഞ്ച് വരുന്നത് അടുത്തത് ഇവിടാണ്. ദാറ്റ് is MB into θ1 plus θ2. അടുത്ത ഹിഞ്ച് വരുന്നത് എവിടാ? ഇവിടെ. അതെത്രയാ? MB into θ2. ഇനി ഇക്വേറ്റ് ചെയ്യുമ്പോൾ θ1ഉം θ2ഉം സെയിം ആയതുകൊണ്ട് എത്ര വരും? 3MB θ1 എന്ന് വരും. ഇനി എക്സ്റ്റേണൽ വർക്ക് ഡൺ എടുക്കുവാണെങ്കിലോ, ലോഡ് W ഇൻറ്റു അവിടെ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് Δ1. Δ1 എന്താണെന്ന് നമ്മൾ എഴുതിയ W ഇൻറ്റു 2θ1. അപ്പൊ നമുക്ക് ഇതിനെ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ 3MB θ1 is equal to W2 θ1. കട്ട് ചെയ്താൽ നമുക്ക് ഇതിൽ നിന്ന് മൊമെന്റ് കപ്പാസിറ്റി MB is equal to 2W/3 എന്ന് വരും. നമ്മുടെ ഇവിടുത്തെ മൊമെന്റ് കപ്പാസിറ്റി 2W/3 എന്നാണ് ആദ്യത്തെ കേസിൽ വരിക. ഓക്കെ, ഇനി അടുത്തത്, അപ്പൊ നമ്മൾ ഇത് ചെയ്തു പോകുമ്പോൾ നമുക്ക് ലോഡ് ഓൾറെഡി ഇവിടെ തന്നിട്ടുള്ളത് കൊണ്ട് ലോഡ് ഇട്ട് നമുക്ക് ചെയ്തു പോകാൻ പറ്റും കേട്ടോ. അപ്പൊ ലോഡ് W ഇവിടെ എത്രയാണെന്ന് തന്നേക്കുന്നത്? 40 kN തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, ഇപ്പൊ ചില ക്വസ്റ്റ്യനിൽ പറയും ഫാക്ടർ ഓഫ് സേഫ്റ്റി 1.5 എന്നോ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ഈ തന്നേക്കുന്ന ലോഡിനെ എല്ലാം 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണ്. ഈ ക്വസ്റ്റ്യനിൽ 1.5ന്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി തന്നിട്ടുണ്ടായിരുന്നത് കൊണ്ട് നമ്മുടെ ഇവിടുത്തെ ലോഡ് W എന്ന് പറയുന്നത് 40 ഇൻറ്റു 1.5 ആണ്. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 40 ഇൻറ്റു 1.5/3 ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്ന MB 40 kN എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ ആദ്യത്തെ കേസിൽ നമുക്ക് അതാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ കേസ് എടുക്കുകയാണ്. രണ്ടാമത്തെ കേസ് എടുക്കുമ്പം എഗെയിൻ നമുക്ക് കണ്ടുപിടിക്കണം θ1 is equal to, അല്ലെങ്കിൽ θ1ന് പകരം Δ1 എഴുതാം. Δ1 is equal to എത്രയാണ്? ഈ ലെങ്ത്. ഈ ലെങ്ത് എത്രയാണ്? ഈ ലെങ്ത് 0.414L ആണ് എന്ന് പറയുമ്പോൾ 0.414 ഇൻറ്റു 6 ചെയ്യണം. അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ലെങ്ത് 2.484 ആണ്. അത് ഈ 6ൽ നിന്ന് കുറച്ചാൽ മിച്ചം വരുന്ന ലെങ്ത് 3.516 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് Δ1നെ എന്തായിട്ട് എഴുതാം? ലെഫ്റ്റിൽ നിന്ന് നോക്കുമ്പോൾ 3.516 θ1, റൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ Δ1 എന്താണ്? 2.484 θ2 ആണ്. രണ്ടുകൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ 3.516 θ1 is equal to 2.484 θ2. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിലേഷൻ θ2 is equal to 1.4154 θ1 എന്ന് കിട്ടും. ഓക്കെ, ഇപ്പൊ റിലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇന്റേണൽ വർക്ക് ഡണ്ണും എക്സ്റ്റേണൽ വർക്ക് ഡണ്ണും കണ്ടുപിടിക്കുക. ഇന്റേണൽ വർക്ക് ഡൺ എന്ന് പറയുന്നത്, ഇനി ഇതാ ഈ മെക്കാനിസം നമ്മൾ നോക്കുന്നത്. ഇന്റേണൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് നോക്കിയേ, എന്താണ്? MB, ഇവിടുത്തെ ഹിഞ്ച് എടുക്കുമ്പോൾ MB ഇൻറ്റു θ1 പ്ലസ് അടുത്ത ഹിഞ്ച് ഇത് MB ഇൻറ്റു θ1 പ്ലസ് θ2. അടുത്തത് ഈ ഹിഞ്ച് എടുക്കണോ? വേണ്ട, കാരണം എന്താ? അത് പ്ലാസ്റ്റിക് ഹിഞ്ച് അല്ല, അപ്പൊ അതില്ല. അപ്പൊ നമുക്ക് മൊത്തം ഇത് വരുന്നത് എത്ര വരും? θ2ന് പകരം നമുക്ക് എന്തെന്നിടാം?
MB into theta 1 plus MB into theta 1 plus 1.4154 theta 1 എന്ന് ഇടാം. അപ്പം മൊത്തം നമുക്ക് ഇന്റേണൽ വർക്ക് ഡൺ വരുന്നത് 5.83 MB theta 1 എന്നാണ് വരിക. ഇനി നമ്മൾ എക്സ്റ്റേണൽ വർക്ക് ഡൺ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത് എന്താണ്? സാധാരണ നമ്മൾ ചെയ്യുന്ന ലോഡിന്റെ ഡിസ്പ്ലേസ്മെന്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ലോഡ് എന്താണ്? UDL ആണ്. അപ്പൊ UDL വരുമ്പം ഓർക്കേണ്ട കാര്യം, നിങ്ങൾ എടുക്കേണ്ടത് ഈ ട്രയാങ്കിളിന്റെ ഏരിയയാണ്. ഏത് ട്രയാങ്കിളിന്റെ? ഇത്രയും പോർഷന്റെ ഏരിയയാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. എന്ന് പറയുമ്പം എന്ത് ചെയ്യണം? ലോഡ് എത്രയായിരുന്നു? 30 കിലോ ന്യൂട്ടൺ അല്ലേ തന്നേക്കുന്നത്? ലോഡ് 20 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. പക്ഷെ അത് ഫാക്ടർ ഓഫ് സേഫ്റ്റി 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 1.5 into 20 ലോഡ്, അതേ ഇൻറ്റു ഏരിയ ഓഫ് ദാറ്റ് ട്രയാങ്കിൾ, ഹാഫ് ഇൻറ്റു ആ ട്രയാങ്കിളിന്റെ ലെങ്ത് എത്രയായിരുന്നു? അതിന്റെ സ്പാനിന് അത്രയും 6 മീറ്റർ ആയിരുന്നു. 6 ഇൻറ്റു അവിടെ ഉണ്ടായ ഡെൽറ്റ. ഡെൽറ്റ എത്രയായിരുന്നു? നമ്മൾ ഡെൽറ്റാനെ എഴുതുക എത്രയായിട്ടാണ്? ഡെൽറ്റ 1 തീറ്റ 1ന്റെ ടേംസ് എഴുതിയ 3.516 തീറ്റ 1 ആണ്. അപ്പൊ ഡെൽറ്റ 1ന് പകരം നമുക്ക് എന്ത് എഴുതാം? 3.516 20 into half into span into displacement 3.516 theta 1. ഇത് മൊത്തം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് 316.44 തീറ്റ 1 വരും. ഇത് രണ്ടും കൂടെ നിങ്ങൾ ഇക്വേറ്റ് ചെയ്യുമ്പം 5.83 MB തീറ്റ 1 is equal to 316.44 തീറ്റ 1 ഇക്വേറ്റ് ചെയ്യുമ്പം MB നിങ്ങൾക്ക് കിട്ടുന്നത് 54.27 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ് കിട്ടുക. അപ്പൊ നേരത്തെ നിങ്ങളോട് ഞാൻ പറയുന്നത് നമുക്ക് ഫസ്റ്റ് മെക്കാനിസം 27 ആണ് നമുക്ക് കിട്ടിയ ആൻസർ. പക്ഷെ ഇതിന്റെ ഇടയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമുണ്ട്. നമ്മൾ ഇതിനകത്ത് മുകളിലോട്ട് നോക്കിയാൽ ഇവിടെ ക്വസ്റ്റ്യനിൽ 2 MB ആണ് തന്നിരിക്കുന്നത്. UDL വരുന്ന പോർഷനിൽ 2 MB ആണ് മൊമെന്റ് കപ്പാസിറ്റി തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ വരയ്ക്കുമ്പം ഹിഞ്ചസ് എടുക്കുമ്പം ഈ ഹിഞ്ചിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 2 MB ആണോ MB ആണോ? നമ്മൾ ഒരു ഹിഞ്ച് എടുത്താൽ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ MB ആണ്, റൈറ്റ് സൈഡിൽ 2 MB ആണ്. അപ്പൊ അതിലെ മിനിമം വാല്യൂ ഏതാണോ അതാണ് നമ്മൾ എടുക്കേണ്ടത്. ഇവിടെ വരുമ്പം ഇത് MB ആണ്, ഈ ഹിഞ്ചിൻ്റെത് MB ആണ്. ഇനി ഈ ഹിഞ്ച് എടുക്കുമ്പം, ഈ അടുത്ത ഹിഞ്ച് എടുക്കുമ്പം അവിടെ നിങ്ങൾ നോക്കിയാൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും എത്രയാണ്? 2 MB തന്നെയാണ് വരുന്നത്. അപ്പൊ ഈ ഹിഞ്ചിന്റെ കപ്പാസിറ്റി 2 MB ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഇന്റേണൽ വർക്ക് ഡൺ എഴുതിയപ്പം ഇവിടെ നമ്മൾ 2 MB തീറ്റ 1 പ്ലസ് തീറ്റ 2 എന്നായിരുന്നു ഇടേണ്ടിയിരുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ 5.83 MB തീറ്റ 1 വരുന്നത്. പിന്നെ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ 54.27 കിലോ ന്യൂട്ടൺ മീറ്ററിന് ആൻസർ കിട്ടും. ഞാൻ പറയുന്നത് നമുക്ക് ഫസ്റ്റ് മെക്കാനിസത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയത് 40യും സെക്കൻഡ് മെക്കാനിസത്തിൽ നിന്ന് 54 ആണ് കിട്ടിയത്. ഇതിൽ ഏത് വാല്യൂ ആണ് നിങ്ങളുടെ മൊമെന്റ് കപ്പാസിറ്റി? ഞാൻ നേരത്തെ പ്രോബ്ലത്തിൽ നിങ്ങളോട് പറഞ്ഞു കൊളാപ്സ് ലോഡ് ആണ് ചോദിക്കുന്നതെങ്കിൽ മിനിമം വാല്യൂ എടുക്കണമെന്ന്. ഇവിടെ നമ്മൾ മൊമെന്റ് കപ്പാസിറ്റി ആയിരുന്നു ക്വസ്റ്റിനെ ചോദിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ MB പുറത്തോട്ട് എടുത്തത്. അപ്പൊ MBയുടെ വാല്യൂ മാക്സിമം വാല്യൂ എടുക്കാവുള്ളൂ. കാരണം MB എന്ന് പറയുന്നത് അതിന്റെ കപ്പാസിറ്റിയാണ്. അപ്പൊ കപ്പാസിറ്റി എപ്പോഴും കൂടി നിന്നാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന 40 കിലോ ന്യൂട്ടൺ മീറ്റർ, ഇപ്പൊ ഒരു ബീം, ആ ബീമിലേക്ക് ലോഡ് വരുമ്പം അതിന് വേണ്ട കപ്പാസിറ്റി ഒരെണ്ണത്തിന് 40. അതേ ഇത് തന്നെ അതേ ബീമിൽ തന്നെ വേറൊരു ടൈപ്പ് ഓഫ് ലോഡ് വരുമ്പോൾ അതിന് എടുക്കേണ്ട കപ്പാസിറ്റി 54 ആണ്. അപ്പം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ആ ബീം ഏത് ലോഡിനാണ് ഡിസൈൻ ചെയ്യുക? അത് ഏറ്റവും കൂടുതൽ ലോഡ് ഏതിനാണ് എടുക്കുന്നത് ആ കപ്പാസിറ്റിക്ക് വേണം ഡിസൈൻ ചെയ്യാൻ. അങ്ങനെ നോക്കുമ്പം MB എടുക്കുമ്പോൾ എപ്പോഴും മാക്സിമം വാല്യൂവിന് വേണം ഡിസൈൻ ചെയ്യാൻ. കാരണം അത് കപ്പാസിറ്റിയാണ്. ലോഡ് എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. ഈ ഒരു മെമ്പർ, ഈ മെമ്പറിലേക്ക് 20 കിലോ ന്യൂട്ടൺ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് പൊട്ടിപ്പോകും. 40 കിലോ ന്യൂട്ടൺ അപ്ലൈ ചെയ്യുമ്പോൾ പൊട്ടിപ്പോകുന്നു എന്ന് പറയുന്നു. അപ്പൊ ഇത് ആദ്യം പൊട്ടിപ്പോകുന്നത് ഏതിലാ? ആ മിനിമം ലോഡ് 20യിൽ തന്നെ ഇത് പൊട്ടിപ്പോകും. അപ്പൊ കൊളാപ്സ് ലോഡ് എടുക്കുമ്പോൾ മിനിമം വാല്യൂ, മൊമെന്റ് കപ്പാസിറ്റി എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ എടുക്കേണ്ടത് മാക്സിമം വാല്യൂ ആണ്. അപ്പൊ ഇത്രയാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ക്ലാസിക് അനാലിസിസിന്റെ പോർഷൻ വരുമ്പം ഈ രണ്ട് പ്രോബ്ലത്തിലായിട്ട് വരാൻ പറ്റുന്ന എല്ലാ ട്വിസ്റ്റും ഞാൻ ഇതിനകത്ത് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. 2 മൊമെന്റ് കപ്പാസിറ്റി മാറി വരുന്ന കാര്യം ഉണ്ടെങ്കിൽ അവിടെ ഒരു ഹിഞ്ച് ഫോം ചെയ്യുന്നു. അത് നമ്മൾ രണ്ടാമത്തെ പ്രോബ്ലത്തിൽ കാണിച്ചു. അതേപോലെ തന്നെ ഒരെണ്ണം ഉള്ളതായിരുന്നു ഹിഞ്ചസ് ഫോം ചെയ്യുന്നത്. അതായത് UDL വരുമ്പം 2 സപ്പോർട്ടും ഫിക്സ്ഡ് ആണെങ്കിൽ മാത്രമേ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം ലെഫ്റ്റ് എൻഡും ഒരു കണ്ടിന്യൂസ് ബീം തന്നാൽ അതിന്റെ ലെഫ്റ്റ് എൻഡും റൈറ്റ് എൻഡും
ഫിക്സഡ് അല്ല, വേറെ എന്തെങ്കിലും സപ്പോർട്ട് ആണെങ്കിൽ അതിനെ ഒരിക്കലും പ്ലാസ്റ്റിക് ഹിഞ്ചായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നുകൊണ്ട് വേണം നമ്മൾ ഈ പ്ലാസ്റ്റിക് അനാലിസിസ് ചെയ്യാൻ. എപ്പോഴും ഇത്രയേ ഉള്ളൂ, എക്സ്റ്റേണൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഇന്റേണൽ വർക്ക് ഡൺ. ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയാണ്. UDL വരുമ്പോൾ ഒരു സൈഡ്, രണ്ട് സൈഡും പ്ലാസ്റ്റിക് ഹിഞ്ച് ഉണ്ടെങ്കിൽ നടുക്കാണ് ഹിഞ്ച് ഫോം ചെയ്യുക. ഒരു സൈഡ് പ്ലാസ്റ്റിക് ഹിഞ്ച് അല്ല എന്നുണ്ടെങ്കിൽ ആ സൈഡിൽ നിന്ന് 0.414 മാറിയായിരിക്കും അവിടെ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുന്നത്. പിന്നെ ലെഫ്റ്റ് എൻഡിലും റൈറ്റ്, കണ്ടിന്യൂസ് ബീമിന്റെ ലെഫ്റ്റും റൈറ്റും എക്സ്ട്രീമുകളിൽ വരുന്ന സപ്പോർട്ട് ഫിക്സഡ് അല്ലെങ്കിൽ ഒരിക്കലും അവരെ പ്ലാസ്റ്റിക് ഹിഞ്ചായിട്ട് കൂട്ടരുത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നു.